ദേശീയപാതയിൽ മുണ്ടക്കയം 35 മൈൽ മുതൽ മുറിഞ്ഞപുഴ വരെയുള്ള ഭാഗങ്ങളിൽ പാതയുടെ വശത്ത് നിരവധി വൻമരങ്ങളാണ് അപകട ഭീഷണിയായി നിലനിൽക്കുന്നത്. 6 മാസത്തിനിടെ 5ഓളം മരങ്ങൾ ദേശീയപാതയിലേക്ക് കടപുഴകി വീണിരുന്നു. ചൊവ്വാഴ്ച കാറ്റിലും മഴയിലും മരുതുമൂടിന് സമീപം 2 ഇടങ്ങളിലാണ് മരം വാഹനങ്ങളുടെ മുകളിൽ വീണത്. ഭാഗ്യം കൊണ്ട് മാത്രമാണ് വാഹനയാത്രക്കാർ അപകടത്തിൽ പരിക്കുകളേൽക്കാതെ രക്ഷപ്പെട്ടത്. എന്നാൽ വാഹനങ്ങൾക്ക് കാര്യമായ കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തു. ചൊവ്വാഴ്ച കടപുഴകി വീണ മരത്തിന് സമീപങ്ങളിലായി 4ഓളം വൻമരങ്ങളാണ് ചുവട്ടിലെ മണ്ണുകൾ നീങ്ങി നിൽക്കുന്നത്. മരം കടപുഴകി വീണില്ലെങ്കിൽ പോലും മരച്ചില്ലകൾ ഇലയുടെ ഭാരത്താൽ റോഡിലേക്ക് അപകടകരമായി ചാഞ്ഞു നിൽക്കുകയാണ്. കാറ്റിൽ ഈ മരങ്ങളുടെ ശിഖരങ്ങൾ ഒടിഞ്ഞു വീണാൽ തന്നെ വൻ അപകടങ്ങളാവും സംഭവിക്കുക. ഇതിന് സമീപമായി നിരവധി വീടുകളുമുണ്ട്. കൊടുകുത്തിക്കും മരുതുംപൂടിനുമിടയിൽ 10ഓളം മരങ്ങളാണ് ഏതു നിമിഷവും നിലംപതിക്കാവുന്ന അവസ്ഥയിൽ നിലനിൽക്കുന്നത്. ഒട്ടുമിക്ക മരങ്ങളിലും കയറിയിരിക്കുന്ന വള്ളിപ്പടർപ്പിന്റെ ബലത്തിലാണ് മരങ്ങൾ നിലംപതിക്കാതെ നിലനിൽക്കുന്നത്. നിയമത്തിന്റെ സാങ്കേതിക വശങ്ങൾ പറഞ്ഞ് ദേശീയപാത വിഭാഗം മരങ്ങൾ മുറിച്ചുമാറ്റാതെ ഇരിക്കുമ്പോൾ ഓരോ കാറ്റിലും മഴയിലും ജീവൻ പണയപ്പെടുത്തി വേണം വാഹനങ്ങളിൽ ഈ മരങ്ങളുടെ ചുവട്ടിൽ കൂടി സഞ്ചരിക്കുവാൻ. മരങ്ങൾ മുറിച്ചു മാറ്റുവാൻ ഇനി അധികൃതർക്ക് ആകുന്നില്ലെങ്കിൽ റോഡിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന മരത്തിന്റെ ശിഖരമെങ്കിലും മുറിച്ചു മാറ്റി അപകട സാധ്യതകൾ ഒഴിവാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, മുണ്ടക്കയം.